കള്ളക്കടത്തിന് പോലീസ് പിടികൂടിയ 14 വയസ്സുകാരനെ സത്യം പറയിപ്പിക്കാൻ ഷോക്കടിപ്പിച്ചെന്ന്. കഷ്ടം. ഓ ഇതെന്താ പ്രാന്താശുപത്രിക്കാരുടെ ജോലി പോലീസുകാരൻ ഏറ്റെടുത്തോ? അപ്പൊ പിന്നെ ഗരുഡൻ തൂക്കവും ഉരുട്ടിലൊക്കെ പോലീസുകാരൻ നിർത്തിയ ഇക്കണക്കിന് പോയാ പോലീസ് ട്രെയിനിങ്ങിന്റെ ഭാഗമായി ഷോക്കടി പരിശീലനവും കൊടുക്കേണ്ടി വരും. വരട്ടെ, വാർത്ത മുഴുവൻ വായിക്കാം. ഷോക്കടിപ്പിച്ച് തലവേദനറിയണ്ടേ? ആ ചെറുക്കന്റെ ജന്മേന്ദ്രിയത്തിലല്ലേ ഷോക്കടിപ്പിച്ച് കളഞ്ഞത്? അല്ലോ, ഈ പഹയന്മാർക്ക് പേര് ഒരു ചരവും കിട്ടില്ലട പുള്ളേ. അത്ര വലിയൊരു കുറ്റം എന്താ ഈ ചെറുക്കൻ ചെയ്തത്? അയൽവക്കക്കാരന്റെ 2 or 3 ഷീറ്റ് എന്തോ അഴിച്ചു മാറ്റി വിറ്റ് കളിപ്പാട്ടോ മറ്റോ വാങ്ങിച്ചു. അത് തെളിയിക്കാൻ വേണ്ടിയല്ലേ അവർ ഈ പരിപാടിയെല്ലാം കാണിച്ചത്. ഇത് സംഗതി കൊള്ളാവല്ലോ. എങ്കിൽ പിന്നെ ഈ കൊച്ചു പിള്ളേരെയൊക്കെ ഒഴിവാക്കി നമ്മുടെ മന്ത്രിമാരെയും നേതാക്കന്മാരെയും ഇങ്ങനെയൊന്ന് കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ഖജനാവിന്ന് മോഷണം പോയതൊക്കെ കണ്ടുപിടിക്കാൻ എളുപ്പമായിരുന്നു അല്ലേ മാഷേ? പക്ഷേങ്കിലേ കട്ടത് പെണ്ണുങ്ങളായിരുന്നെങ്കിൽ ഈ പഹയന്മാർ എന്ത് ചെയ്യായിരുന്നില്ല ഉള്ളേ. അല്ല, ഇതെന്താണ് നമ്മളെ താണ്ടം പറ്റിച്ചിട്ട് ഉച്ചയായപ്പോഴേക്കും സ്കൂളിന് തിരിച്ചു വന്നത്? അല്ല, എല്ലാരും ഉണ്ടല്ലോ. അല്ല, എന്താ ടീച്ചറെ ഇന്ന് നേരത്തെ? ഒന്നും പറയണ്ട എന്റെ കുറുപ്പുമാഷേ. ഇന്ന് പിള്ളേരെയും കൊണ്ടേ പോലീസ് സ്റ്റേഷൻ കാണാൻ പോകാനിരുന്നതാ. എന്നാ പറയാനാ, ആ പിള്ളേരൊന്നും വന്നില്ലെന്നേ. നമ്മുടെ സ്കൂൾ തമ്മിലെ മുറുകങ്കടക്കാരനില്ലേ, അയാള് പിള്ളേരെ പറഞ്ഞ് പേടിപ്പിച്ചു പോലീസുകാർ ഷോക്ക് അടിപ്പിക്കുന്നു. അപ്പൊ പോലീസ് സ്റ്റേഷൻ കാണാതെ തന്നെ പോലീസിനെ കുറിച്ച് കുട്ടികൾ പഠിച്ചു എന്ന് എന്തിനാണ് നിന്റെ പരാതി? എന്റെ പൊന്നു സാറേ, നേരം വെളുത്തപ്പോ തുടങ്ങി എന്റെ മോനെ കാണാനില്ല. എന്നിട്ട് രാത്രിയിലാണ് നീ പരാതികൾ കേട്ട് വരുന്നത്? അത് പിന്നെ പവർ കട്ടിന്റെ സമയം നോക്കി വരാമെന്ന് ഓർത്താ സാറേ. അതെന്തായിരുന്നു? അത് പിന്നെ കറണ്ടുള്ള സമയത്ത് വന്നാലത്തെ കാര്യം ഓർത്ത് പേടിച്ചിട്ടാ സാറേ. ഇത് നമ്മുടെ ചായക്കടക്കാരൻ മത്തായിച്ചന്റെ മോൻ വിമലല്ലേ? ആ തന്നെ തന്നെ. ഇതാർക്കാടാ വിമലെ ചോറ്? ചോറാ? അല്ലട പുള്ളേ, നിന്റെ പാന്റ് കീറി പോയിട്ടാണോ പലക കൊണ്ട് ഈ അരക്ക് വിറ്റും ഫ്രെയിം കൂട്ടി വെച്ചേക്കണത്? അല്ലോ, പോലീസ് സ്റ്റേഷനിലേക്കല്ലേ ചേട്ടാ പോകുന്നത്? ഷോക്ക് അടിപ്പിക്കാനെന്ന് ഓർത്ത് ഞാൻ തന്നെ ഉണ്ടാക്കി വിറ്റ് ചെയ്തതാ. അതെ, ഇനി മുതൽ പോലീസ് സ്റ്റേഷൻ എന്നുള്ളത് മാറ്റി ഷോക്ക് സ്റ്റേഷൻ എന്നാക്കുന്നതായിരിക്കും നല്ലത്.